നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് അബുദാബിയിലെ ഹിന്ദു മന്ദിറിലാണ് കേട്ടോ. BAPS ഹിന്ദു മന്ദിറിലാണുള്ളത്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം വന്നത് 2024 മെയ് മാസം തന്നെയാണ്. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ വരവാണ് ഈ ഒരു അമ്പലത്തിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അലൈനിൽ നിന്ന് എങ്ങനെയാണ് ഈ അബുദാബി BAPS ഹിന്ദു മന്ദിറിലേക്ക് വന്നതെന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത് അലൈൻ സെൻട്രൽ ബസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ജസ്റ്റ് മിസ്സായിരുന്നു. 1-2 ബസ് ഇവിടുന്ന് പുറപ്പെട്ടു കേട്ടോ അബുദാബിക്കുള്ളത്. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണുള്ളത്. 2:30-ക്കാണ് ഇനി അടുത്ത ബസ്സുള്ളത് കേട്ടോ. എന്തായാലും നമ്മൾ നേരെ ഇനി അകത്ത് കയറിയിട്ട് ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മളിത് ആ ബസ്സിൽ കയറിയിട്ടോ. ക്യാപിറ്റൽ എക്സ്പ്രസ് ആണ് ഇവിടുന്ന് അലൈൻ അബുദാബിയിലേക്ക് പോകുന്നത്. CX 90 ബസ്സിൻ്റെ നമ്പർ കേട്ടോ. അതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ പോകേണ്ടത്. അബുദാബിയിൽ യൂസ് ചെയ്യുന്ന കാർഡൊന്നും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. CX 90 അലൈൻ അബുദാബിയിലേക്ക് വന്ന ബസ്സിൻ്റെ നമ്പർ, ക്യാപിറ്റൽ എക്സ്പ്രസ്. ഓരോ മണിക്കൂർ ഗ്യാപ്പിലാണ് ബസ്സുകളുള്ളത് കേട്ടോ. അതെല്ലാം ബസ്സിൽ കയറി ഇപ്പം കുറച്ചും കൂടി സമയമുണ്ട്. ഇനി ബസ് പുറപ്പെടണം. അപ്പോൾ അലൈൻ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളിതാ പുറപ്പെട്ടു കേട്ടോ. ഇനി എത്ര നേരം കൊണ്ട് നമ്മൾ അബുദാബി എത്തും നോക്കാം. ഈ കാണുന്ന ബസ്സില്ലേ മസ്കറ്റിലേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. അതായി ചോക്കുമുള്ളി. അപ്പോൾ അലൈനിൽ നിന്നും മസ്കറ്റിലേക്ക് ബസ്സുണ്ട്. എൻ്റെ പൊന്നെ എന്താ ട്രാഫിക് നോക്കിയേ. നാളെ പെരുന്നാളല്ല, അതിൻ്റെ ട്രാഫിക്കാണ്. ഇവിടുന്ന് വിട്ടാൽ എത്ര നേരം കൊണ്ട് നമ്മൾ അബുദാബിയിലേക്ക് എത്തും നോക്കാം കേട്ടോ. ബസ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാ 2x2 സീറ്റാണ്. അതുപോലെ ഇതാ ഇവിടെ റീഡിങ് ലൈറ്റും AC വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രേ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്നുണ്ട്, ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഈ ബസ്സിലത്തെ കാഴ്ചകൾ. ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇതിങ്ങനെല്ലാം ഇവിടുന്ന് ഇവിടെ എല്ലാം പെട്ടെന്ന് സിഗ്നല് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബുദാബി ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. 4:40 എത്തേണ്ടതായിരുന്നു, 20 മിനിറ്റ് ലേറ്റായി. 5 മണിയായി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മുടെ പ്ലാന് വീണ്ടും തെറ്റിയിട്ടോ. 4:50 ബസ്സിന് കയറിയാൽ നമുക്ക് അവിടെയുള്ള ഗംഗാരതിയും കൂടി കാണാമായിരുന്നു. ഇനിയിപ്പോൾ 5:15 ബസ്സിന് കയറിയാൽ 6:30 ആവും അവിടെ എത്തുമ്പോൾ കേട്ടോ. ഇപ്പം എന്തായാലും ബസ് വരട്ടെ, ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഇനിയിപ്പം 5:15 ബസ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ അബുദാബി ബസ് സ്റ്റേഷൻ്റെ ആളുകൾ. അപ്പം നമ്മളിതാ ബസ്സിൽ കയറി കേട്ടോ.
അബുദാബി നമ്മളെ BABS മന്ദിറിലേക്കുള്ള ബസ്സിൻ്റെ നമ്പർ 203 അപ്പോൾ 5:15 ബസ്സിനാണ് ഞാൻ കയറിയിട്ടുള്ളത്. അവിടെ എത്തുമ്പം 6:30 ആവും കേട്ടോ. ഏകദേശം നമ്മളെ ഗംഗാരതിയൊക്കെ അവിടെ തുടങ്ങുന്ന സമയത്താണ് നമ്മളവിടെ എത്തുക. അപ്പം ഇപ്പോൾ സമയം 6:10 കേട്ടോ. ഇനി 5 മിനിറ്റും കൂടി ഉണ്ട് ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട്. ഏകദേശം 1.25 മണിക്കൂറിൻ്റെ അടുത്താണ് നമുക്ക് സമയം വേണ്ടത് കേട്ടോ ഇവിടുന്ന് മന്ദിറിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ എന്തായാലും ഇനി ബസ് പുറപ്പെടട്ടെ. അങ്ങനെ അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് പുറപ്പെട്ടു കേട്ടോ. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇപ്പം പുറപ്പെട്ടുള്ളത്. 5:20 ആയിട്ടാ. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ അലൈനിൽ നിന്ന് വന്നത് കേട്ടോ, ക്യാപിറ്റൽ എക്സ്പ്രസിൻ്റെ. അതേപോലെ ഈ ഒരു ഭാഗം വരുന്നത് നമ്മളെ ദുബായ്, ഷാർജ ആ ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെയാണ് ഈ ഭാഗത്തുണ്ടാവും കേട്ടോ. അതിന് കയറാനുള്ള തിരക്കാണ് നമ്മളവിടെ കാണുന്നത്. അബുദാബിയിൽ നിന്ന് ദുബായിലെ ഇബൻ ബത്തൂത്തിലേക്കും അതുപോലെ തന്നെ അൽ ഖുബൈബയിലേക്കും ബസ് സർവീസ് ഉണ്ട് കേട്ടോ. അലൈനിൽ നിന്നാണെങ്കിൽ അൽ ഖുബൈബ വരെ മാത്രമേ ബസ്സുള്ളൂ കേട്ടോ. ഈ പെരുന്നാളായതുകൊണ്ട് ഈ തിരക്ക് കണ്ടില്ലേ. ഇവരൊക്കെ എപ്പോൾ ബസ് കിട്ടി പോകാൻ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ റാസൽ ഖൈമേൻ്റെ ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അബുദാബിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്കും ബസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ. അബുദാബി മന്ദിറിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി. ഇനി 500 മീറ്റർ കൂടിയുള്ളൂ കേട്ടോ. അബുദാബി മന്ദിരം കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ബഗ്ഗികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ബഗ്ഗികളുണ്ട്. പാർക്കിംഗ് ഒക്കെ ഫുൾ കേട്ടോ. ഈ അമ്പലത്തിലേക്ക് വന്നത് ഇതുപോലത്തെ ബസ്സിലായിരിക്കും കേട്ടോ. അതൊരു ട്രാവൽസ് മുഖാന്തരമാണ് ഞാൻ വന്നത്. ഇപ്പം എൻ്റെ 2ാമത്തെ വരവാണ്. അപ്പോൾ നമ്മളതാ ബസ് സ്റ്റോപ്പൊക്കെ ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന ബസ് കേട്ടോ, 203. ഇനിയിപ്പം നമുക്ക് നേരെ ഈ വഴിയാണ് നടക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബസ് ഇറങ്ങി നേരെ പോവാണ് കേട്ടോ. ഈ ഒരു അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യണം കേട്ടോ. അത് തികച്ചും ഫ്രീ ആണ്.
BAPS ഹിന്ദു മന്ദിറിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവരുടെ തന്നെയായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അത് പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാ നമ്മുടെ മന്ദിർ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നേരെ അകത്ത് കയറി കേട്ടോ. ഇതാ കാണുന്നതാണ് നമ്മളെ അബുദാബി മന്ദിർ. നമുക്ക് ഇതാ ഈ വഴിയാണ് ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ളത് കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ സമയത്ത് എത്രയും അറിയോ, 7:15, 3/4 മണിക്കൂറാണ് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത്. ഇപ്പം നേരെ അങ്ങോട്ടേക്ക് പോവാണേ. അപ്പോൾ നമ്മളിതാ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണേ. ഞാനിവിടെ 6:30ക്ക് വന്നതാണ്. ഇപ്പം സമയത്ത് അറിയോ, 7:15. 3/4 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് കളഞ്ഞത് കേട്ടോ. അത്രയും സമയമെടുത്തു നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇപ്പം നല്ലൊരു സുഖമാണ്, കാരണം വെയിലൊന്നുമില്ലല്ലോ, നല്ല സുഖത്തിൽ നമുക്ക് പോരാ. വേണ്ട നമ്മളെ മന്ദിർ, അബുദാബി മന്ദിർ. ഇത് സെൽഫി സ്പോട്ടാണ്. ഇപ്പം നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. എന്താ രസവും, ഒരു രക്ഷയില്ല. നമ്മളെ മന്ദിർ കേട്ടോ, എന്ത് രസമാണ് കാണാൻ, ലൈറ്റൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ആ ഭാഗത്തായിരുന്നു, അവിടെ ഒരു ചെറിയ കെട്ടിടം കാണുന്നില്ലേ, ആ ഭാഗത്തായിരുന്നു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നീടാണ് അവർ ഡെവലപ്പ് ചെയ്തത് ഈ കാണുന്ന ആ ഷെഡിൻ്റെ ഭാഗത്തേക്ക് ആക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴി തന്നെയാണ് പോകേണ്ടത് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്നാമത് ഇപ്പം പെരുന്നാളിൻ്റെ ടൈമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഞാൻ ഫസ്റ്റ് ഏതാണ്ട് ഇതേ ഡേറ്റിൽ തന്നെയാണ് ഞാൻ വരുന്നത് കേട്ടോ. പെരുന്നാളിന് അടുപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്, 2024 കറക്റ്റ് 2 കൊല്ലമായി. ഇവിടെ ബേസിക് ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മന്ദിറിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു സെൽഫി പോയിൻ്റ് ഇവിടെ ഉണ്ട്, BAPS ഹിന്ദു മന്ദിർ അബുദാബി. അതിൻ്റെ ഒരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നൊക്കെ തിരക്കിലാണ്. അതുപോലെ നേരെ നമുക്ക് പ്രസാദം കൗണ്ടർ കാണാൻ പറ്റും കേട്ടോ. അത് നേരെ കാണുന്നില്ല, അത് പ്രസാദം കൊടുക്കുന്ന കൗണ്ടറാണ്. നമുക്ക് നേരെ ഈ റൈറ്റ് വഴിയാണ് പോകേണ്ടത്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണുള്ളത്. വളരെ കുറച്ച് മലയാളികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ല, കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട്, ഫുഡ് കോർട്ട്, വാഷ്റൂം, അതുപോലെ തന്നെ ഷൂ ഹൗസ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഫീച്ചേഴ്സ് ഓഫ് മന്ദിറിൻ്റെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എന്താ വ്യൂ നോക്കി. ഇതാണ് മെയിനായിട്ടുള്ളൊരു എൻട്രൻസ് കേട്ടോ. ഇവിടെ ഒരുപാട് മണികളുണ്ട് കണ്ടോ. ഇവിടെ ഒരുപാട് മണികളുണ്ട്.
നമ്മളിതാ നേരെ ഇനി മുകളിലോട്ട് കയറുകയാണേ. കണ്ടോ, നല്ല വെള്ള കളർ മാർബിള്. വൈകുന്നേരമാണ് ഈ ഒരു മന്ദിറിൻ്റെ ഭാഗത്തേക്ക് വരാൻ പറ്റിയ സമയം കേട്ടോ. കാരണം അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മോനെ കാണുന്ന കാഴ്ച ഉണ്ടോ? ഞാൻ കഴിഞ്ഞവിടെ വന്നപ്പോൾ ഈ ലൈറ്റിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടുവിടുന്നത്. നമ്മളിവിടുന്ന് റിട്ടേൺ ആയി. എൻ്റെ മോനെ എന്താ രസം നോക്കിയാൽ, നല്ല രസമുണ്ട് കാണാം കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിതാ ഈ വഴിയാണ് കയറി വന്നത്. താഴെയായിട്ടാണ് അതിൻ്റെ ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എന്തായാലും നമ്മൾ നേരെ ഇനി ദർശനം നടത്തട്ടെ കേട്ടോ. അതിനാണല്ലോ നമ്മൾ വന്നത്. ഇനി ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഈ ഭാഗത്തൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഒന്ന് വലം വെച്ചിട്ട് വരാം. അതുപോലെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ ഗംഗാരതിയൊക്കെ നടക്കുന്നത് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗംഗാരതിയൊക്കെ നടക്കുന്നത്. അതിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ബാൽക്കണിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇരിപ്പിടങ്ങൾ. എന്താ കൊത്തുപണികൾ നോക്കി കേട്ടോ. ഈ കാണുന്നത് വൈറ്റ് മാർബിളാണ് കേട്ടോ, പ്യുവർ വൈറ്റ് മാർബിളാണ്. അതുപോലെ തന്നെ ഈ കൊത്തുപണികളൊക്കെ കാണുന്നില്ലേ പുറം ഭാഗത്ത്, ഇതൊക്കെ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ നിന്നും ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഓരോ വേദോപനിഷത്തുകളിൽ നിന്ന് ആസ്പദമാക്കിയിട്ടുള്ള കൊത്തുപണികളാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. രാമായണം, മഹാഭാരതം, അങ്ങനെ ഒരുപാട് വേദങ്ങളിൽ നിന്നുള്ള കൊത്തുപണികൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഗംഗാരതി നടക്കാൻ പോവാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്കിവിടെ കേൾക്കാം. അതുകൊണ്ട് ഓരോ കൊത്തുപണികളും വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളത് കേട്ടോ. ഓരോ വേദോപനിഷത്തുകളിൽ നിന്നും ആസ്പദമാക്കിയിട്ടുള്ള കൊത്തുപണികളൊക്കെയാണ്. രാമായണം, മഹാഭാരതം, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കൊത്തുപണികളാണ്. അതുകൊണ്ട് അങ്ങോളുണ്ട്, മേലയോളുണ്ട്. ഇത് നമ്മുടെ നരസിംഹാവതാരം കേട്ടോ. ഹിരണ്യകശിപുവിനെ ചുമർപ്പടിയിലിട്ട് കുടൽമാല പുറത്തെടുക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇതൊക്കെ കാണാൻ തന്നെ എന്താ രസം അറിയോ. ഇതിൻ്റെ മറ്റൊരു സെൽഫി പോയിൻ്റാണ് ആ ഭാഗം കേട്ടോ. മറ്റൊരു സെൽഫി പോയിൻ്റാണ് അത്. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങണേ. ഇവിടെ
നമ്മളിതാ ഗംഗാരത്തിയൊക്കെ നമുക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇനി നേരെ നമ്മൾ താഴോട്ട് പോവാണ്. ആദ്യം ഈ വഴിയായിരുന്നു എക്സിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നേരെ കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് നടക്കായിരുന്നു. അപ്പം ഇങ്ങോട്ടൊന്നും നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു കാഴ്ച ഒന്ന് കാണാം. കണ്ടോ, മേലെ നല്ല രീതിയിലുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കൊടിയൊക്കെ ഇവിടെ പാറി കളിക്കുന്നുണ്ട്. കൊടിമരം വേണ്ട. നമ്മളൊന്ന് താഴത്തേക്ക് ഇറങ്ങാണേ. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഭാഗത്തേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം എനിക്ക് ഇത് കണ്ടോ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റിയില്ല. അവിടെ വരെ വന്ന് അവിടുന്ന് തിരിച്ചു പോവുമായിരുന്നു. നമ്മളിത് ആ വഴിയാണ് നടന്നു വന്നത്. അവിടെ ആൾക്കാർ നിൽക്കുന്നില്ലേ, നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വഴി തന്നെ നേരെ താഴത്തേക്ക് പോവാണേ. കണ്ട എല്ലാ കൊത്തുപണികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കൊത്തുപണികളാണ് കേട്ടോ. ഇത് കണ്ടോ, സീതാ സ്വയംവരത്തിൽ നിന്നും ആസ്പദമാക്കിയിട്ടുള്ളത് ആ വില്ലൊടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അതാണ്. ഇതാണ്ടോ പരശുരാമൻ വിത്തുമഴു, അവിടെ മുമ്പിൽ വില്ല് വിളയ്ക്കുന്ന ശ്രീരാമൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം രാമായണമാണ്. ഇതുണ്ടോ വനവാസത്തിന് പോകുന്ന ആ ഒരു രംഗമാണ് അവിടെ കൊത്തി വെച്ചിട്ടുള്ളത്. അതുപോലെ ആശ്രമത്തിന് മുമ്പിൽ മാനൊക്കെ വരുന്ന ആ രംഗം നമുക്കല്ലേ, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ മൊത്തം രാമായണത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അതാ പറഞ്ഞത്, ഓരോ കൊത്തുപണികളും ഓരോന്നിനെ ആസ്പദമാക്കിയിട്ടുള്ള ഇതൊക്കെയാണ്. അങ്ങനെ നമ്മളിതാ ക്ഷേത്രം മൊത്തത്തിലൊന്ന് വലം വെച്ച് നേരെ നമ്മൾ ആ കയറിയ ഭാഗത്തേക്ക് തന്നെ വന്നു കേട്ടോ. നമ്മൾ ആ കയറിയ ഭാഗത്തേക്ക് തന്നെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോവുകയാണ്. നമ്മളെ ഗംഗാരതി തുടങ്ങാൻ വേണ്ടി പോവാണ്. എന്താ ഭംഗിയില്ലേ കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോവാണ്. ഇനി നമ്മളിതാ ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഗംഗാരതി നടക്കുന്നത്. ഇവിടെ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഗംഗാരതിയൊക്കെ കഴിഞ്ഞല്ലോ. നമ്മളൊന്ന് മേലോട്ട് കയറാണ്. रामचंद्र भगवान की जय। श्री उमापति शंकर भगवान की जय। स्वामी श्री
श्री अय्यप्पा महाराज की जय। श्री गुणातीतानंद स्वामी महाराज की जय। श्री भगत जी महाराज की जय। श्री शास्त्री जी महाराज की जय। श्री योगी जी महाराज की जय। श्री प्रमुख स्वामी महाराज की जय। श्री महंत स्वामी महाराज की जय। ആരതി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. बीएपीएस हिंदू मंदिर अबू धाबी आपकी उपस्थिति एवं सहभागिता के लिए आपका हार्दिक आभार प्रकट करता है। इस मंदिर का हिस्सा बनने के लिए मंदिर के यादगार पल, फोटो അങ്ങനെ ഗംഗാരതിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും മടങ്ങിയിട്ടോ. ഇനി നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഈ അമ്പലത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും പറയാം കേട്ടോ. UAE അബുദാബിയിൽ നിർമ്മിച്ച ആദ്യത്തെ പരമ്പരാഗത കല്ലുകൊണ്ടുള്ള ഹിന്ദു ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്ന BAPS ഹിന്ദു മന്ദിർ അബുദാബി. BAPS സ്വാമിനാരായൺ സംസ്ഥയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഈ ഒരു ക്ഷേത്രം 2024 ഫെബ്രുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാത്രി 8 മണി വരെയാണ് കേട്ടോ. അതായത് രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ചൊവ്വ മുതൽ ഞായറാഴ്ച വരെ. തിങ്കളാഴ്ച ഈ ഒരു അമ്പലം പ്രവർത്തിക്കില്ല കേട്ടോ. അതേപോലെ ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒറ്റ ഒന്നേ ഉള്ളൂ. ഈ BAPS ഹിന്ദു മന്ദിർ അബുദാബിയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഈ അമ്പലത്തിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മൾ സ്ലോട്ട് ഒന്ന് ബുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. സ്ലോട്ട് ബുക്ക് ചെയ്യുക മാത്രം നമ്മൾ ചെയ്താൽ മതി. പ്രവേശനം തികച്ചും സൗജന്യമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പുണ്യനദിയായ ഗംഗ, യമുന എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ജലം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൃത്രിമമായിട്ടുള്ള നദിക്കരയിൽ നടത്തുന്ന ഗംഗാരതി കേട്ടോ. വൈകുന്നേരങ്ങളിൽ ആ കാണുന്നതാണിത്. നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പുണ്യനദിയായ ഗംഗ, യമുന എന്നിവിടങ്ങളിൽ നിന്നുള്ള ജലമാണിത് ഇവിടെ ഒഴുകുന്നത് കേട്ടോ. ഇവിടെ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇവിടെയാണ് ഈ ഗംഗാ ആരതിയൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ അബുദാബിയിലെ അബൂ മുഗേറയിൽ സ്ഥിതി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ പരമ്പരാഗത ശിലാക്ഷേത്രമാണ് ഈ ഒരു BAPS ഹിന്ദു മന്ദിർ അബുദാബി. നല്ല കാറ്റുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമെന്നറിയില്ല. അതുപോലെ തന്നെ പാട്ടും വെച്ചിട്ടുണ്ട്. 27 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം 2024 ഫെബ്രുവരി 14 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഇതിൻ്റെ നിർമ്മാണ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും രാജസ്ഥാനിലെ ശില്പകലാൽ കൊത്തിയെടുത്ത മാർബിൾ അതേപോലെ തന്നെ മണൽക്കല്ലുകളും ഉപയോഗിച്ചാണ് മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UAE 7 എമിറേറ്റുകളെ സൂചിപ്പിക്കുന്ന 7 ഗോപുരങ്ങളും ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് കേട്ടോ. എന്തുകൊണ്ടും രാത്രിയാണ് ഈ ഒരു ക്ഷേത്രം കാണാൻ നല്ല ഭംഗി. രാജസ്ഥാനിൽ നിന്നും കൊത്തിയെടുത്ത മാർബിൾ, പിങ്ക് മണൽക്കല്ലുകൾ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യൻ ശാസ്ത്ര നിയമപ്രകാരം അനുസരിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം ആണിത് കേട്ടോ. നമ്മളെ വേദോപനിഷത്തുകൾ, രാമായണം, മഹാഭാരതം തുടങ്ങിയ ഉപനിഷത്തുകളിൽ നിന്നുള്ള കൊത്തുപണികളും നമുക്കിവിടെ കാണാം. ഈ ഒരു സമയത്താണ് ഈ ഒരു ക്ഷേത്രം കാണാൻ നല്ല ഭംഗി കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഇവിടെ ഇരുന്നിട്ടായിരുന്നു ഗംഗാരതിയൊക്കെ കണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് താഴോട്ടേക്ക് പോവാണേ. നല്ല വൃത്തിയാണ് കേട്ടോ. അകത്തായാലും പുറത്തായാലും
നല്ല വൃത്തിയാണ്. അത്ര നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ ഒഴുകുന്നത്. അതുപോലെ ഇത് കണ്ടില്ലേ, പ്യുവർ വൈറ്റ് മാർബിളാണ് കേട്ടോ ഇത്. അകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. प्रभु सुने प्रार्थना. അങ്ങനെ ദർശനം കഴിഞ്ഞ് തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് നമ്മൾ താഴെ ഇറങ്ങിയാൽ കാണുന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ. അതൊരു 1.5 വ്യൂ ആണ്. ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു വാട്ടർഫോൾ പോലൊക്കെ ഒരു സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിം ഈ വെള്ളം തന്നെയാണ് കേട്ടോ ഗംഗാരതി നടക്കുന്നതും. നമ്മളെ ഗംഗാ യമുന നദികളാണിത്. കണ്ട ഇവിടുന്ന് നല്ലൊരു വ്യൂ നമുക്ക് കാണാം കേട്ടോ. കണ്ടാ അതുപോലെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ ആൾക്കാരുണ്ട് കേട്ടോ. മണികളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കൂട്ടാലോ. അങ്ങനെതാ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നും വിട പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ നേരെ പുറത്തോട്ട് പോവാണേ. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് എന്താണുള്ളത് നോക്കണമല്ലോ. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. ഇപ്പോൾ സമയം 8 മണിയായി. നമ്മൾ നേരത്തെ ഇറങ്ങിയതല്ലേ. അപ്പോൾ അകത്ത് കയറിയിട്ട് എന്താണാവോ കഴിക്കാനുള്ളത് നോക്കണം. ദ ഓർച്ചാർഡ് അതാണ് ഫുഡ് കോർട്ടിൻ്റെ പേര് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഇനി അകത്തേക്ക് കയറാം. അപ്പോൾ സമയം ഇപ്പോൾ 8:15. അവളാണിതാ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. 24 രൂപയാണ് കേട്ടോ. അതായത് 2 ഇഡ്ഡലി 2 വട, രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ 2 ഇഡ്ഡലി 2 വട ഒരുമിച്ച് തരില്ല. രണ്ടും സെപ്പറേറ്റ് ആണ്. 24 രൂപയായിട്ടോ. ആ പൈസക്കുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഫുഡിന്, സത്യം പറയാം. ആ പൈസക്കുള്ള ടേസ്റ്റ് ഒന്നും ഇല്ല. കണ്ട ഈ ഒരു വ്യൂ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്താ ലുക്ക്, ആ ലൈറ്റൊക്കെ ഇട്ട കാണുന്ന രസമല്ലേ. നമുക്കിനി സമയമില്ല, വേഗം എത്തണം. നമ്മൾ നേരെ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രസാദം കൊടുക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് തിരക്കില്ലെങ്കിൽ നമുക്ക് മേടിക്കാം പ്രസാദം. 8 മണിയാകുമ്പോഴേക്കും ഈ ഒരു ക്ഷേത്രം അടയ്ക്കും കേട്ടോ. ഇത്രയും ഒരു തിരക്ക് വരാൻ കാരണം ഇതിപ്പോൾ
ലീവുള്ള ദിവസങ്ങളല്ലേ, അതാണ് ഇപ്പോൾ ഈ ഒരു തിരക്ക് വരാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ കേട്ടോ. പ്രസാദ കൗണ്ടറൊക്കെ അടച്ചു എന്ന് തോന്നുന്നുണ്ട്, അതൊന്നും കാണുന്നില്ല. പോട്ട് കുഴപ്പമില്ല, നോക്കാം. ഇവിടെ കുറി തൊടാനുള്ള വകുപ്പൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എന്നാലും അതൊന്നും നോക്കാം. പ്രസാദത്തിൻ്റെ കൗണ്ടറൊക്കെ അടച്ചു. നേരെ നമ്മളിതാ പുറത്തേക്ക് എത്താറായിട്ടാ. ഇപ്പം ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, BAPS ഹിന്ദു മന്ദിർ അബുദാബി എന്നുള്ളൊരു സെൽഫി പോയിൻ്റൊക്കെ. ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഈ വഴിയാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ വന്ന സമയത്ത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ നേരെ പുറത്തേക്ക് എടുക്കുകയാണ്. എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗി. പ്രത്യേകിച്ച് കൊത്തുപണികളും രാത്രിത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഭംഗിയും എന്തല്ലേ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനുണ്ട്, അതുപോലെ തന്നെ അയ്യപ്പനുണ്ട്, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, വെങ്കടാചലപതി, അങ്ങനെ ഒട്ടനവധി പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ. നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മളിതാ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 8:15 കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്കിനി ഇപ്പോൾ ഇവിടുന്ന് നേരെ അബുദാബിയിലേക്ക് ബസ് പിടിച്ചു പോകണം. എന്നിട്ട് അബുദാബിയിൽ നിന്ന് വീണ്ടും ബസ് മാറി കയറി അലൈനിലേക്ക് എത്തണം കേട്ടോ. എന്തായാലും നട്ടപ്പാതിരിയാവും റൂമിലെത്തുമ്പോൾ. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അലൈനിൽ നിന്നും തുടങ്ങിയൊരു യാത്ര ഇവിടെ അബുദാബിയിലുള്ള BAPS ഹിന്ദു മന്ദിറിലെത്തി ദർശനമൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.